ഞാനിന്ന് എത്തിയിട്ടുള്ളത് നമ്മളെ മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിനടുത്തുള്ള രണ്ടത്താണി ഗ്രീൻ അഗ്രോ ഫാമിലാണ്. നമ്മൾ ഇവിടുന്ന് ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഒക്കെ ചെയ്തിരുന്നു, ഒരുപാട് ഓഫറുമായിട്ടൊക്കെ ഉള്ള വീഡിയോസ് ചെയ്തിരുന്നു. ഇന്ന് ഇവിടെ ഒരുപാട് പൂത്ത് നിൽക്കുന്നു, കായ വന്നിട്ടുള്ള ഒരുപാട് മരങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ തന്നെയാണിത്. വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണണം. നല്ല നല്ല വിലക്കുറവിൽ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്ലാന്റ്സുകളൊക്കെ പക്ക ഒറിജിനൽ ആട്ടാ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ല ക്വാളിറ്റി ഉള്ള പ്ലാന്റ്സുകളൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അപ്പൊ എന്തായാലും നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മളെ സ്വന്തം ബാപ്പോക്ക ഇവിടെ ഉണ്ട്. ബാപ്പോക്ക തന്നെ ചോദിച്ചറിയാം. ബാപ്പോക്ക, അസ്സലാമു അലൈക്കും. അസ്സലാമു റഹ്മത്തുള്ളാഹി. നമ്മൾ ഈ വീഡിയോ പല പ്രാവശ്യം നമ്മൾ കാണിച്ചതാണ്. അതെ, ഗ്രീൻ അഗ്രോ ഫാം. ഗ്രീൻ അഗ്രോ ഫാം എന്ന് വെച്ചാൽ രണ്ടത്താണിയിലാണ്. പുത്തനത്താണിന്റെയും കോട്ടക്കലിന്റെയും ഇടയിൽ, മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിന്റെയും പുത്തനത്താണിന്റെ ഇടയിൽ രണ്ടത്താണി നാഷണൽ ഹൈവേയിൽ നിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ഉള്ളോട്ടാണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത്. ഗ്രീൻ അഗ്രോ ഫാം എന്ന് പറയാം. ഇവിടെ കൽപ്പകഞ്ചേരി മൃഗാശുപത്രിക്ക് അടുത്താണ് ഞങ്ങളെ ഈ ഫാം ഉള്ളത്. നിയറായിട്ട് നമ്മളതിൽ ഒരുപാട് വെറൈറ്റി മാവുകളാണ്. ഏകദേശം ഒരു 200-ലധികം വെറൈറ്റി മാവുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ പൂത്ത് കുലച്ച് നിൽക്കുന്ന, അതേപോലെ മാങ്ങ ഉള്ളത് ഒരുപാട് ഐറ്റം. ഈ വലിയ വലിയ മാവുകൾ ഏത് വലുപ്പത്തിൽ വേണമെങ്കിലും 200 രൂപ മുതൽ തുടങ്ങി നമ്മൾ 12,000 രൂപ വരെയുള്ള മാവുകൾ ഞങ്ങളുടെ അടുത്തുണ്ട്. ഞാനിവിടെ മുമ്പ് വന്നപ്പോ കുറച്ച് കസ്റ്റമേഴ്സിനെ ഇവിടെ കണ്ടിരുന്നു. അതെ, അപ്പൊ അവരൊക്കെ നിങ്ങളെ ഈ ഫാമിനെ കുറിച്ചിട്ട് നല്ല അഭിപ്രായം. കാരണം കൊണ്ടുവച്ചിട്ടുള്ള പ്ലാന്റുകളൊക്കെ ഒരു പ്രശ്നമില്ലാണ്ട് കായോട് കൂടിയിട്ട് ഞങ്ങൾക്ക് അത് കഴിക്കാനൊക്കെ അനുഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത്തരത്തിലുള്ള പ്ലാന്റുകളല്ലേ നമ്മളെ ഈ ഫാമിലുള്ളത്? ഞങ്ങളെ മെയിൻ അത് തന്നെയാണ്. നമ്മൾ എന്താ പറയാലോ, നമുക്ക് ചിലവാകുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ നമ്മളൊക്കെ ഒന്ന് വാങ്ങിക്കൊണ്ടേ നിങ്ങൾക്കത് കഴിച്ചാൽ അതാ നഴ്സറിയിൽ നിന്ന് കൊടുന്നതാന്ന് പറയണം. എന്താ അപ്പൊ അതിന് ഫുൾ ഗ്യാരണ്ടിയോട് കൂടി 100% ഗ്യാരണ്ടിയോട് കൂടി മാത്രമാണ് കൊടുക്കുന്നത്. ഏതെങ്കിലും ആൾക്കാർക്ക് സംശയമുണ്ട് അതാണ് ആളുകൾ അങ്ങനെ പറയുന്നുണ്ട്. നമ്മളിത് 100% കായ്ക്കുന്ന മാവുകൾ ഇവിടെയൊക്കെ കണ്ടില്ല നിങ്ങൾ, നിറയെ പൂവും കായും. ഇത് കണ്ട് ഇനിയിപ്പോ ഇത് കായ്ക്കൂല എന്ന് പറയാനില്ലല്ലോ. കായോട് കൂടെ ഈ ചെറിയ ഇത് ഇപ്പൊ ഇവിടെയൊക്കെ ഇതിന്റെ ഉള്ളിൽ കാണില്ല നിങ്ങള്, ഇതൊക്കെ മാങ്ങയാണ്. ഈ ചെറിയ ചെറിയ മാവുകളിൽ കണ്ടില്ലേ, ഇതൊക്കെ മാങ്ങകളാണ്. കണ്ടില്ലേ? ആ, അങ്ങനെ ഇതൊക്കെ ഇപ്പൊ നമ്മള് ഈ 1200-1000 രൂപ ഒക്കെ കൊടുക്കുന്ന മരത്തുമരാട്ടോ ഈ മാങ്ങ ഉള്ളത്. അതേമാതിരി ഇതിപ്പോ ഇങ്ങനെ കാണേണ്ട ഒരു മാവ് ഇങ്ങനെ കീശി നിൽക്കുന്നത് ഈ കായ്ക്കൂല എന്ന് പറയില്ല. ഇതിപ്പോ മണ്ണിക്ക് വെച്ചാൽ ഒരാൾക്കും മനസ്സിലാക്കാവുന്നുള്ളൂ. ഈ ചെറിയ ഗ്രോ ബാഗിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇതിൽ നിന്ന് മണ്ണിലേക്ക് വന്നാൽ ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഇങ്ങനെയുള്ള ഒരു മാവിനെ നമ്മൾ ഡ്രമ്മിലേക്ക് വെച്ചപ്പോ കണ്ടില്ല നിങ്ങള്, അതേമാതിരി ഭൂമിയിലേക്ക് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും. ഇപ്പൊ ഇവിടെയൊക്കെ നമ്മൾ റമ്മ് സെറ്റ് ചെയ്ത് മാവിന്റെ ഒക്കെ കരുത്തുണ്ടില്ലേ, ഭയങ്കര ഉഷാറായിട്ട് ഭയങ്കര രസകരമായിട്ട് നിറയെ ഫ്ലവർ ചെയ്ത് കണ്ണിമാങ്ങോട് കൂടിയ മാവുകളാണ് നമ്മുടെ ഇതിലുള്ളത്. മാവിനുള്ള മെയിൻ എന്താ വെച്ചാല് മാവിന് വെയില് വേണം. നമ്മൾ പറയാം ഒരു 80% മാവിന് വെയിലുണ്ടെങ്കിൽ മാവിന്റെ റിസൾട്ട് ഉണ്ടാവും, വളർച്ച കിട്ടുള്ളൂ. ആളുകൾ ഈ തെങ്ങിന്റെ ഉള്ളിലും മറ്റുള്ളൊക്കെ കാനല് തണലുള്ള കൊണ്ടുപോയി വെക്കുമ്പോ മാവ് ഒരിക്കലും വിജയിക്കൂല. മാവ് വിജയിക്കണേ തീർച്ചയായിട്ടും എന്ത് വേണം? വെയിലാണ് അതിന്റെ ഒന്നാമത്തെ. വെയിലുണ്ടെങ്കിൽ മാത്രമേ വളം വെയിലാണ്. ഈ വീട്ടിലേക്ക് പോവാം. ഇത് ഏതാണ് വാപ്പൊക്കെ ഫ്ലവർ വന്നിട്ടുള്ള ഈ മാവ്? ഇത് തായ് വസ്ത്ര എന്നുള്ള പേരുള്ള ഒരു മാവാണ്. സൈലന്റ് വെറൈറ്റി എന്നാ തോന്നുന്നത്. നല്ല മാങ്ങയെന്ന് പറയുന്നുണ്ട്, നമ്മൾ കഴിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ ഇതൊക്കെ നല്ല ഫ്ലവർ വന്നല്ലേ, കാത്തു നിൽക്കാനല്ല, അത്യാവശ്യം നല്ല ബുഷുള്ള അടിപൊളി മരങ്ങളല്ല. കണ്ടില്ല ഇതിന്റെ കണ്ടില്ലേ, പൂവുണ്ട്, കണ്ണിമാങ്ങ ഉണ്ട്, ഒക്കെ ഉണ്ടല്ലോ. നല്ല 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 ബുഷായുള്ള നല്ല മരം തന്നെയാണ് ഇത്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഒക്കെ ഉള്ള അടിപൊളി മരം തന്നെയാണ്. ഇതൊക്കെ നമുക്ക് ഒരു വീട്ടുമുറ്റത്ത് കൊണ്ടുവച്ച് കൂടുതൽ സമയം എടുക്കൂല അത് കായ വരാനല്ലേ. ഇതിപ്പോ ഇങ്ങനെ ഫ്ലവർ ചെയ്തിട്ടില്ലേ. ഇതൊക്കെ നമ്മള് എന്താ പറയാ, ഗ്രോ ബാഗിൽ എന്തൊരു മണ്ണിലേക്കൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഉഷാറാവില്ലേ. വെയില് വേണം കേട്ടോ. മാവിന് മെയിൻ ആയിട്ട് വെയില് വേണം. വെയിലുള്ളടത്ത് വെക്കണം അല്ലെ, അപ്പോഴേ മാവിന്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ. നമുക്ക് എത്ര രൂപ കൊടുക്കുക? ഇതൊക്കെ നമുക്ക് എന്താ പറയാ നല്ലൊരു വിലക്ക് എന്ന് വെച്ചാല് വളരെ മിതമായുള്ള റേറ്റ് കൊടുക്കാം. ഇത്ര വലിയ ഈ മാവൊക്കെ നമുക്ക് ഒരു എന്താ പറയാ ഒരു 1500 രൂപക്കൊക്കെ നമുക്ക് 1500 രൂപ കൊടുക്കാം, ഈസി കൊടുക്കാം കേട്ടോ. ഇത്രയും വലിയതല്ലേ, വലിയ ഇതൊക്കെ മാവാണ് ഇപ്പൊ കണ്ടില്ലേ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള മാവിന്റെ നല്ല ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ വരുമ്പോ നമ്മൾ എടുക്കുന്ന നമ്മള് കസ്റ്റമറിന് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഒന്നും കൂടി റേറ്റ് കുറച്ച് കൊടുക്കാം. നല്ല ഫ്ലവർ എന്നുള്ള മരം തന്നെയാണ്. ഒരുപാട് മാവുണ്ട് കേട്ടോ. ഈ പ്രാവശ്യം നമുക്ക് വീഡിയോ കാണിക്കാൻ ഒരുപാട് മാങ്ങ വന്നതും ഓരോരോ ഫ്ലവർ നിങ്ങൾ നോക്കിയാണ് ഇതുപോലെ ഇവിടെ നോക്കും. ഇതൊക്കെ നമ്മള് കൊലകൊലമായിട്ട് മാങ്ങ വരും കണ്ടില്ലേ. ഓരോ ഫ്ലവർ ചിന്നി മാങ്ങകൾ ചെറുത് അതിലൊക്കെ മാങ്ങി വന്നിട്ടുള്ള മരങ്ങളായി കാണിക്കുന്നത് മാവുകളാണ്. അത് മാത്രല്ല ഇതിന്റെ കടവണ്ണൊക്കെ നോക്കുകയാണെങ്കിലുണ്ടല്ലോ സെറ്റാണ്, വലിയ മരങ്ങൾ തന്നെയാണ്. ഇതൊന്നും ഒരു പേടിയും പേടിക്കേണ്ട. വീട്ടിലോട്ട് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം തന്നെ മാങ്ങ പല പേരിലുള്ള ഇതിപ്പോ വലിയ മാങ്ങ കേട്ടോ. 4 kg എന്ന് പറഞ്ഞ്
അതൊക്കെ നമുക്ക് ഒരിക്കലും ആളുകൾ വിചാരിക്കാത്ത അത്തരം ഒരു ചെറിയ വിലക്ക് എന്ന് വെച്ചാൽ നമുക്ക് ഈ തൈകളൊക്കെ നമുക്ക് ഒരു 700-800 രൂപക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്നു. 800 രൂപ കൊടുക്കാം. വലിയ തൈകളൊക്കെ നമുക്ക് ആ വിലക്ക് കൊടുക്കാം. 800 രൂപ കൊടുക്കാം. ഇതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റിലാണ് ഇപ്പൊ വാപ്പോക്കെ തരുന്നത്. ഈ വലിയ തൈകള് പൂവോട് കൂടിയ മരങ്ങളായി പറയുന്ന കേട്ടോ. അതെ പൂ മാത്രല്ല വാപ്പോക്കെ അതിലൊക്കെ കായ വന്നിട്ടുണ്ടല്ലോ. കായുണ്ട് അതിലൊക്കെ കായ വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും അതായത് പൂവും കായം വന്നിട്ടുള്ള ഈ മരങ്ങള് വെറും 800 രൂപക്കാണ് ഇവിടെ കൊടുക്കുന്നത്. വെറൈറ്റീസ് പലതും ഉണ്ട് കേട്ടോ, പല പേരിൽ അറിയപ്പെടുന്ന മാവിന്റെ 100 ഞങ്ങളോട് ഏകദേശം 200ഓളം വെറൈറ്റി മാവുകളുണ്ട്. ഒരുപാടെണ്ണം പൂ വന്നത് ഇപ്പൊ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. കാണിക്കാം. ഇത് ഇവിടെ വേറെ സെക്ഷനിൽ മൊത്തത്തിൽ ഫ്ലവർ വന്നിട്ടുള്ള മാവും തൈകൾ. അപ്പൊ ഇതൊക്കെ ഏതാണ് വെറൈറ്റീസ്? പല പേരിലുള്ള മാവുകളാണ്. ഓരോരോ ഇതൊക്കെ ഈ കോട്ടൂർ പോകണം. അതാണ് ഇത്രയും ചെറുപ്പത്തിൽ ഇങ്ങനെ പൂട്ടാനല്ലേ. ഇപ്പൊ ഈ തൈ ഒന്ന് നോക്കിയാ, ഈ തൈയൊക്കെ നമ്മൾ കൊടുക്കുന്നത് 400 രൂപക്കാണ് ഫ്ലവർ വന്നിട്ടുള്ള. ഈ മാങ്ങ ഇതിമ ചെറിയ കണ്ണിമാങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ ഓരോരോ മാവുകള് 400 രൂപ മുതൽ ഈ ഫ്ലവർ ചെയ്ത വലിയ തൈകളുണ്ട്. കുറെ അപ്പുറം കണ്ടില്ലേ പല പേരിലുള്ള മാവുകളുണ്ട്. അങ്ങോട്ട് ഉള്ളോട്ട് പോയി കാണിക്കണ കുറെ മാവുകളുണ്ടല്ലേ. ഉള്ളിക്കണ്ട് പോയി കഴിഞ്ഞാൽ അപ്പൊക്കെ ഫ്ലവർ ഒക്കെ വീഴും. ഞാൻ അങ്ങോട്ട് പോണില്ല. അതോ ഞാനും മടിച്ചു നിൽക്കുന്നത്. ഇഷ്ടംപോലെ ഉണ്ട്. അവിടെയൊക്കെ മാങ്ങ വന്നിട്ടുള്ള അടിയിലൊക്കെ മാങ്ങയുണ്ട് കേട്ടോ. മാങ്ങ വന്നിട്ടുള്ള പിന്നെ ഈ മരങ്ങളെ ഞാൻ ഈ കാണിക്കാണ്ട. ഒന്ന് ഇങ്ങോട്ട് ഒന്ന് കാണിച്ചോളി. ഇതൊക്കെ ഒന്ന് കണ്ടോ, ഇതിലൊക്കെ മാങ്ങകൾ വന്നിട്ടുണ്ട്. ആളുകളെ വലിയ തൈകൾ വേണേ, ഉയരം കൂടിയ തൈകൾ വേണമെങ്കിൽ ഇതാ ഇവിടെ കണ്ടില്ലപ്പോ നമ്മള് 2000-2500 ഒക്കെ വിലയുള്ള ഈ വലിയ മാങ്ങ കണ്ടില്ല നിങ്ങള്? കണ്ണിമാങ്ങ. അതെ മാങ്ങ. ഇവിടെയൊക്കെ മാങ്ങ ഉണ്ട്. ഇല്ലേ ഇതിലൊക്കെ മാങ്ങ വന്നിട്ടുണ്ട്. ഇതുണ്ടല്ലേ അവിടെ മാങ്ങ വന്നിട്ടുണ്ട്. വേറെ മാങ്ങകളുണ്ട്. അതുപോലെ ഫ്ലവർ നോക്കിയാൽ കൊലകുത്തി ഫ്ലവർ ചെയ്തിരിക്കണം. ഈ മാവ് ഇപ്പൊ ഇവിടേക്കുള്ള ഈ മാവൊക്കെ നമ്മള് എത്ര കൊടുക്കുന്നത്? 1000-1200 രൂപക്കാണ് ആ മാവൊക്കെ കൊടുക്കുന്നത്. ഈ ഫ്ലവർ ചെയ്ത വലിയ 1000 രൂപ അല്ലെ? ആ റേഞ്ചിലാണ് ഈ ഇത്രയും ഫ്ലവർ ചെയ്ത ഈ മാവുകളൊക്കെ നമ്മൾ കൊടുക്കുന്നത്. ഇനി ഒന്ന് ഇങ്ങോട്ട് വരൂ, നമുക്ക് വെറൈറ്റി മാവുകൾ കാണിക്കണേ. പല വ്യത്യസ്ത പേരുകളുള്ള ഇതിന് ഓരോന്നിനും ഓരോ. ഇപ്പൊ ഈ മാവ് കണ്ടില്ല എന്തോ രസത്തിലുള്ള മാവാണ്. അടിപൊളി മാവ്. ഇനി നമുക്ക് ഈ മാവൊക്കെ നമുക്ക് ഒരു 1000-1200 രൂപക്കാണ് നമുക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ 1200 രൂപ. 1200 രൂപയ്ക്ക്. അത് ഇത് കണ്ടില്ല നമ്മള് വേറെ ലോക്കൽ മാവല്ലല്ലോ ഇങ്ങനെ ഇത്രയും ഫ്ലവർ ചെയ്ത നല്ല. നിങ്ങൾ 1000 രൂപ പറഞ്ഞ് നമ്മളെ വീഡിയോ കണ്ടുന്ന ആൾക്കാർക്ക് ഒന്നും കൂടി കുറച്ച് കൊടുത്തൂടെ? അതെ 1200 പറഞ്ഞത് ഞാൻ അതുകൊണ്ടാണ്. ഒരു 1000 രൂപക്ക് 1000 രൂപയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞത്. അപ്പൊ ഇതിലൊന്നും ചെയ്യാം, കാരണം ഇത് ചെയ്യാനുള്ളതില്ല. കാരണം നല്ലൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഫ്ലവർ ഒക്കെ വന്നിട്ടുള്ള അടിപൊളി ഒരു മുറ്റത്തൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിലോ നിലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഉഷാറായിട്ട് ഇതിലൊക്കെ ഫ്ലവറും കായും വരും. അത്തരത്തിലുള്ള നല്ല നല്ല പ്ലാന്റുകളൊക്കെ നമ്മൾ ഈ ഫാമിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഫ്ലവർ വന്നിട്ടുള്ള ഒരുപാട് പ്ലാന്റുകൾ എനിക്ക് അങ്ങോട്ട് ഇവിടെ കാണിച്ചോളൂ. ഈ മാവൊക്കെ ഏതാണ്? എന്താ അടിപൊളി. എങ്ങനെ ബുഷായ മാവ്. ഇത് ഏതാ പേര്? ഇതിന്റെ പേര് ഇപ്പൊ എന്താ പറഞ്ഞത്? പ്രിയൂര് മാവാണ് ഈ കാണിക്കുന്നത്. ഫ്ലവർ ആണ് കണ്ടില്ലേ? ഫ്ലവർ ചെയ്ത് അടിപൊളി ഫ്ലവർ. ഈ മരത്തിന്റെ നോക്കിയാ എത്ര വലിയ മാവാണ്. ഇതിപ്പോ നമ്മൾ 1800 സ്റ്റിക്കർ കണ്ടില്ലേ? ഇത് നമുക്കൊരു 1500 രൂപ. 1500 രൂപ കൊടുക്കും. ഇതൊരു ഓഫർ എന്നുള്ള പോയിട്ട് എന്താ പറയാ, ഇതൊക്കെ എവിടെയും കൊണ്ട് എന്താ പണയം വെക്കാണ്ട്. അത്രയും നല്ല ഭംഗിയുള്ള മരം, നല്ലൊരു മരം. അതായത് കണ്ടോ, നല്ല മേലൊക്കെ നല്ല ബുഷായിട്ടുള്ള നല്ലൊരു പ്ലാന്റ് തന്നെയായി കാണിക്കുന്നത്. 1500 രൂപയൊക്കെ ഇത് എന്റെ ഒരു അഭിപ്രായത്തിൽ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു വില തന്നെയാണ്. മാവിന്റെ ഒരു കൂട്ടം തന്നെ കേട്ടോ. ഇതിൽ ഒന്ന് അടുത്ത് കൊടുത്തിട്ട് ക്യാമറ കാണിച്ചു. ഇതൊക്കെ കൊലകുത്തി മാങ്ങ നിൽക്കുന്ന എത്ര ഒരു പൂമുള്ള മാവ്. ഇത് കണ്ടോ, ആയിട്ടുള്ള മാവാണ്. അടിപൊളി നല്ല മരങ്ങൾ തന്നെ കാണുന്നതൊക്കെ. അപ്പൊ ഇതൊക്കെ എത്ര രൂപ കൊടുക്ക? ഇത് അത് ഏതാ മാവ് നോക്കിയാ? കൊട്ടപ്പറമ്പ് എടുക്കുന്നതിലുണ്ട്. അത് നമുക്കൊരു 1000 രൂപ ഇട്ട് കൊടുക്കാം. വലിയ മാവുകളല്ലേ? വലിയ മാവുകള് 1000 രൂപ. എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് ചെയ്തും കൊടുക്കട്ടെ വരുന്നവർക്ക്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ പിന്നെയും കുറച്ച് വരും. വലിയ മരങ്ങളാട്ടെ കാണുന്നതൊക്കെ. ഇത് കണ്ടു, ഇത് ഭംഗിയുള്ള ഫ്ലവറുകൾ. അതുപോലെ തന്നെ ഉണ്ണിമാങ്ങി വന്നിട്ടുണ്ട്. ആളുകൾക്ക് ഇത് കായ്ക്കോ പൂക്കോ എന്നുള്ള ഒരു സംശയം വേണ്ട. അവർക്ക് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുത്ത് നമ്മൾ കൊണ്ടുപോവാം. ഏത് ചെറിയ മരവും ഇപ്പൊ പൂത്ത് നിൽക്കുന്നുണ്ടേ. നല്ല വെഡ് മരങ്ങളാണ് അതൊക്കെ, വെഡ് ചെയ്ത മരങ്ങൾ. അതുകൊണ്ടാണ് ഇങ്ങനെ ഫ്ലവർ വരുന്നത്. ഇനി നമുക്ക് വലിയ മാവുകൾ വേണ്ടവർക്ക് സ്ഥലപരിമിതി ഒക്കെ ഉള്ളവർക്ക് റമ്മല് സെറ്റ് ചെയ്ത കുറെ മാവുകൾ നമ്മളൊന്ന് കാണിക്കാം. മാങ്ങോട് കൂടിയിട്ടും ഫ്ലവർ വന്നതൊക്കെ അല്ലേ? ഇതൊക്കെ നമ്മള് റമ്മല് സെറ്റ് ചെയ്താണ്. നോക്കിയേ, ഇതൊക്കെ ഡ്രമ്മിൽ സെറ്റ് ചെയ്തിട്ടുള്ള എന്ത് നല്ല പ്ലാന്റുകൾ. ഇതൊക്കെ ഓരോ വലിയ മാവല്ലേ കണ്ടില്ലേ? അതെ എത്ര വലുപ്പം അതിന്റെയൊക്കെ. ഇവിടെ വന്ന് നോക്കിയേ മാങ്ങ നിൽക്കുന്നത്. ഇതൊക്കെ വലിയ മാവുകളല്ലേ കണ്ടില്ലേ? അതിന്റെ വലുപ്പം ഇതൊക്കെ. ഇതിപ്പോ കൊല്ലം പൂത്തതാണ്, അല്ല തെളുത്തതാ. അതുകൊണ്ട് അതിമ്മ ഫ്ലവർ ഉണ്ടാവില്ല. ഈ തെളുക്കാത്തതൊക്കെ ഫ്ലവർ ചെയ്യും. പുതിയമലൊക്കെ വലിയ. ഇങ്ങോട്ട് നോക്കിയാ മാങ്ങകളുടെ വലുപ്പം. ഇതാണ് ഈ കൊടുക്കോണത്തിന്റെ
വലിയ വലിയ. പിന്നെ ഇവിടെ കണ്ണിമാങ്ങയും ഉണ്ട്, വലിയ മാങ്ങയും. ഒരു കൊലി തന്നെ കണ്ടില്ലേ? അതെ അതെ, 3-4 ഇത് ഒറ്റ തൂക്കായിട്ട്. മറ്റേ ഈ മാങ്ങളമാരി കുറെ കൊലയിൽ ഉണ്ടാവൂല കേട്ടോ, 1, 2, 3 അങ്ങനെ ഉണ്ടാവും വരുള്ളൂ ഇതില്. പക്ഷെ നല്ല ഉള്ള ഭയങ്കര ചുവന്ന കളറിൽ നല്ല നല്ല ടേസ്റ്റ്. ടേസ്റ്റുള്ള മാങ്ങല്ലേ കോട്ടർക്കോട് അറിയപ്പെട്ടിട്ടുള്ള ഒരു മാങ്ങയാണ്. തിരുവനന്തപുരമാണ് അടിപൊളി മാങ്ങ തന്നെയാണ്, നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് കോട്ടർക്കോളം. ഇനി നമുക്ക് എല്ലാവർക്കും വെക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റം മാവുകളാണ് ഈ കാണുന്നത്. ഏതാ? ഇതില് എന്താണ് മല്ലികണ്ട്, ഇതൊക്കെ ഫ്ലവർ ചെയ്ത് നോക്കി ഇവിടെ വന്നിട്ട് പല 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 വെറൈറ്റി കണ്ടില്ലേ ഈ മാവുകളൊക്കെ. ഇത് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. കാണുന്നുണ്ട് ഫ്ലവർ വന്നിട്ടുള്ള അതിന്റെ സൈഡിലൊക്കെ ഫ്ലവർ വന്നിട്ടുണ്ട്. ഇതിന്റെ മേൽഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ വലിയൊരു മരം തന്നെയാണ്, നല്ല പുഷ്പമുള്ള. പ്രത്യേകിച്ച് നമ്മൾ നോക്കേണ്ടത് ഇതിന്റെ കടവണ്ണാണ്. കടവണ്ണം കണ്ടോ? കടവണ്ണ വലിയ ഫ്ലവർ ആട്ടോ, എല്ലാത്തിനും ഫ്ലവർ ഉണ്ട്, ഫ്ലവർ വന്നിട്ടുണ്ട്. അതെ അതെ, അതൊരു മീഡിയം മാവുകളാണ്. ഇത് നമ്മൾ ഏതാണ് സാധനം? ഇതില് വ്യത്യസ്ത ഏത് പേര് വേണലുണ്ട്. മല്ലിക ഉണ്ട്, എന്താ ഹിമായത്തുണ്ട്, അങ്ങനെ മല്ലിക ഉണ്ട്, കോട്ടർക്കോട് ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. വ്യത്യസ്ത പേരുള്ള വെറൈറ്റി മാവുന്തൈകളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇത് ചിന്നരസാൽ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ രസമുള്ള വലിയ മാങ്ങ. ഒരു മാങ്ങ ഒരു 600-700 ഗ്രാം ഉണ്ടാവും. അണ്ടി വളരെ ചെറിയതാണ്, നല്ല എന്താ പറയാ കാമ്പുള്ള മാങ്ങ. ഉള്ളു കാമ്പായിരിക്കും, അണ്ടി ചെറുതായിരിക്കും. അതാണ് ചിന്നരസാലിന്റെ പ്രത്യേകത. ഞങ്ങളിവിടെ ഞങ്ങൾ അറുത്ത് കഴിച്ച മാവാണ് ഈ ചിന്നരസാല്. ചിന്നരസാല് പെരുരസാലും എന്നൊക്കെ പറഞ്ഞു. ഈ മുമ്പത്തെ എന്താ പറയാ ആന്ധ്ര സൈസ് എന്താ രാജാക്കന്മാരുടെ പേരെന്നൊക്കെ പറഞ്ഞേക്കാം. അതെ, ടേസ്റ്റുള്ള മാങ്ങാണ്, നല്ല മാങ്ങ. അപ്പം ഇതുപോലത്തെ ഒന്നൊക്കെ കൊണ്ടുവെക്കാണ്ട ഈ വീഡിയോ കാണുന്ന ആൾക്കാർ. കാരണം വിലയിലൊന്നും ഒരു പേടിയും പേടിക്കേണ്ട, അഡ്ജസ്റ്റ് ചെയ്ത് തരും. കാരണം കായ്ക്കില്ല എന്നുള്ള ഒരു തോന്നൽ ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ ഇതാ കാഴ്ച നിൽക്കുന്നതാണ് ഞാൻ ഈ കാണിച്ചിരുന്നത്. കാഴ്ച നിൽക്കുന്നത് ഫ്ലവർ വന്നിട്ടുള്ള ഒരുപാട് പ്ലാന്റുകളാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫാമിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള വിലക്കനുസരിച്ചുള്ള ഇവിടുന്ന് കൊണ്ടുപോകാൻ